നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കാരണം PSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് മാറിപ്പോവാനുള്ള സാധ്യത അത്രയേറെയുണ്ട്. കാരണം ഇത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും എത്രാമത്തെ പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ഈ 12 പഞ്ചവത്സര പദ്ധതികളും അത്രയും കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടും സാധിക്കൂ. ചില കുട്ടികൾ അത് കോഡ് ഉപയോഗിച്ച് പഠിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഒരു ക്വിക്ക് റിവിഷൻ എന്ന നിലയിൽ ഓരോ പദ്ധതികളും കാലയളവും ലക്ഷ്യവുമാണ് പറയുന്നത്. ഇത് ഒരു റിവിഷനായിട്ട് മാത്രം കാണുക. അതല്ല, ആദ്യമായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ രാഷ്ട്രത്തെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തതാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പഞ്ചവത്സര പദ്ധതികളിലൂടെ. അപ്പോൾ അതിലൊന്നാം പഞ്ചവത്സര പദ്ധതി, അതായത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് 1951-56 കാലയളവിലാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, 1951-56, 51-ലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951. ക്ലിയർ ആയല്ലോ? ഒന്നാം പദ്ധതി എന്താണ് ലക്ഷ്യം വെച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനം. 1951 മുതൽ 56 വരെയാണ് ഒന്നാം പദ്ധതിയെങ്കിൽ രണ്ടാം പദ്ധതി 56 മുതൽ 61 വരെ ആയിരുന്നു. 1956 മുതൽ 61 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്താണ് ലക്ഷ്യം വെച്ചത്? വ്യാവസായിക വികസനമാണ്. ഒന്നാം പദ്ധതി കൃഷിക്കും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് വ്യാവസായിക വികസനമാണ്. ഈ രണ്ട് പദ്ധതികൾ മനസ്സിലായല്ലോ. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയുള്ള 5 വർഷക്കാലമായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ ഒരു 3 പദ്ധതികൾ പഠിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ്. വർഷങ്ങൾ പോലും ആദ്യ പദ്ധതിയുടെ ആരംഭിച്ച ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു വർഷം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ബാക്കി ഓർക്കാൻ എളുപ്പമാണ്. അപ്പോൾ 1951 ഒന്നാം പദ്ധതി ആരംഭിച്ചു 56 വരെ. രണ്ടാം പദ്ധതി 56 മുതൽ 61 വരെ. മൂന്നാം പദ്ധതി 61 മുതൽ 66 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അത് കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനമായിരുന്നു. എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെയോ വ്യാവസായിക വികസനം. മൂന്നാം പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. ക്ലിയർ ആയല്ലോ? പിന്നീട് നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ കാലയളവിൽ വ്യത്യാസമുണ്ട്. 1969 മുതൽ 74 വരെയാണ്. 69 മുതൽ 74 വരെ. അവിടെ സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഇതാണ് നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അഞ്ചാം പദ്ധതിയോ 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ആറാം പദ്ധതി 80 മുതൽ 85 വരെയാണ്. 1980 മുതൽ 85 വരെ. അഞ്ചാം പദ്ധതി 1974 മുതൽ 79 വരെ ആയിരുന്നല്ലോ. ആറാം പദ്ധതി പക്ഷേ 1980 മുതൽ 85 വരെയാണ്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. എന്താണ്? കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പദ്ധതി 85 മുതൽ 90 വരെയാണ്. ആധുനികവൽക്കരണം,
തൊഴിലവസരങ്ങളുടെ വർധനവ്. എന്താണ്? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. നോക്കാം, ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. സ്ക്രീനിലേക്ക് നോക്കുന്നതിന് പകരം ഒന്ന് ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ചൊന്ന് കേൾക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി, അതായത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 മുതലാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി വരെ ആ 5 വർഷ കാലയളവുകൾ കൃത്യമായ ഓർഡറിലാണ് പോകുന്നത്. അതായത് 1951 മുതൽ 56 വരെ, 56 മുതൽ 61 വരെ, 61 മുതൽ 66 വരെ. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രം ആദ്യമായി ലക്ഷ്യം വെക്കുന്നത് എന്തിനായിരിക്കും? കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിരിക്കും. അങ്ങനെ ഒന്നാം പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചു. രണ്ടാം പദ്ധതിയോ വ്യാവസായിക വികസനത്തെ ലക്ഷ്യം വെച്ചു. എന്താണ്? വ്യാവസായിക വികസനത്തെ ലക്ഷ്യം വെച്ചു. മൂന്നാം പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് ലക്ഷ്യം വെച്ചത്. നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് എത്തുമ്പോൾ 1969 മുതൽ 74 വരെയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെയും. അത് ശ്രദ്ധിക്കുക. നാലാം പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, ഇതാണ് ലക്ഷ്യം വെച്ചത്. അഞ്ചാം പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താ ലക്ഷ്യം വെച്ചത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ലക്ഷ്യം വെച്ചു. ആറാം പദ്ധതിയിലേക്ക് വരുമ്പോഴോ അത് 1980 മുതൽ 85 വരെയാണ്. ഏഴാം പദ്ധതി 85 മുതൽ 90 വരെയും. ആറാം പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തൽ. ഏഴാം പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയാണ് ലക്ഷ്യം വച്ചത്. എട്ടാം പദ്ധതിയിലേക്ക് വരുമ്പോഴോ ഇവിടെ ഏഴാം പദ്ധതി 1990 വരെയായിരുന്നല്ലേ. എന്നാൽ എട്ടാം പദ്ധതി എന്താണ്? 1992 മുതൽ 97 വരെയാണ്. മാനവശേഷി വികസനമായിരുന്നു എട്ടാം പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? മാനവശേഷി വികസനം. ഒൻപതാം പദ്ധതി 1997 മുതൽ 2002 വരെയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഒൻപതാം പദ്ധതി ലക്ഷ്യം വച്ചത്. പത്താം പഞ്ചവത്സര പദ്ധതിയോ അത് 2002 മുതൽ 2007 വരെയായിരുന്നു. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പദ്ധതികൾ, അതായത് 1992 മുതൽ 97 വരെ, 97 ടു 2002, 2002 മുതൽ 2007 വരെ, 2007 മുതൽ 2012 വരെ, 2012 മുതൽ 2017 വരെ, അങ്ങോട്ടുള്ള ഓർഡറിൽ കൃത്യമായിട്ടാണ് പോകുന്നത്. അതായത് 8 മുതൽ 12ആം പദ്ധതി വരെ എന്താണ്? കൃത്യമായിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ഇയറിലാണ് നടന്നത്. പത്താം പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു. 11ആം പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനത്തെയാണ് ലക്ഷ്യം വെച്ചത്. എന്താണ്? 11ആം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെച്ചത്. 12ആം പഞ്ചവത്സര പദ്ധതിയോ? 12ആം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ്. ലാസ്റ്റ് 5 ഇയർ പ്ലാനാണ്. അത് സുസ്ഥിര വികസനമാണ് ലക്ഷ്യം വെച്ചത്. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12ആം പഞ്ചവത്സര പദ്ധതിയാണ്. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച പദ്ധതി ഏതാണ്? 12ആം പഞ്ചവത്സര പദ്ധതി.